നമ്മളിവിടെ ഒരു കഷായം ഉണ്ടാക്കാൻ പോവുകയാണ്. മഴക്കാലകെടുതിയിൽ ഉള്ള ഒരു പിന്നെ ഈ കാലാവസ്ഥയുടെ അസുഖത്തിൻ്റെ എല്ലാം പെട്ടെന്ന് നമുക്ക് ഓടി ആശുപത്രി പോകാണ്ട് തൽക്കാലം വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റിയ ഒരു മരുന്നാണ് ഉണ്ടാക്കുന്നത്. പണ്ട് പഴമക്കാർ മുതൽ ഒരു എല്ലാവർക്കും അറിയാവും ഇത്, എങ്കിലും എല്ലാ പഴമക്കാർ മുതൽ ഉണ്ടാക്കിക്കൊണ്ട് പോരുന്നതാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട്. ഇപ്പോൾ ആരും ഇത് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഒന്നും കൂടെ ചെയ്ത് നോക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പറയുന്നത്. പിന്നെ അത് നമുക്ക് പരിസരത്തൂടെ എല്ലാം ഉണ്ട്, ഇഷ്ടം പോലെ വൃത്തിയായിട്ട് എടുത്തുകൊണ്ട് വന്ന് അത് കഴുകി പിന്നെ 9 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് വറ്റിച്ച് നല്ല കുറുങ്ങിയെടുത്ത് 1 ഗ്ലാസ് ആക്കി എടുത്തിട്ട് നമുക്ക് ചൂടോടെ കഴിക്കുക. പിന്നെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുതപ്പോ ഷാളോ എന്തെങ്കിലും പുതച്ച് അതിൻ്റെ ആവി മുഴുവനും നമുക്ക് മുഖത്തേക്ക് കണ്ണടച്ച് പിടിച്ചുകൊണ്ട് പിന്നെ കാണിക്കുവാണെങ്കിൽ വിസർത്ത് കഴിയുമ്പോൾ അത് നിർത്തുക. വിസർത്ത് കഴിയുമ്പോൾ നിർത്തി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു സുഖം കിട്ടും. ശ്വാസമുട്ടലും പിന്നെ കഫക്കെട്ടിലും തലവേദനയൊക്കെ ആയിട്ട് നമ്മൾ വിഷമിക്കും. കാലാവസ്ഥ ഏത് തെളിഞ്ഞാലും മഴ പെയ്താലും ഒക്കെ ഏത് കാലാവസ്ഥയിലും കഴിക്കാൻ പറ്റുന്ന മരുന്നാണ് അത്. 26 കൂട്ടം മരുന്നുകൊണ്ട് ഒരു മേമ്പടിയുണ്ട്, അത് ഇപ്പോൾ 27 ആക്കി മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആടലോടകം, തെരുവ, തുളസി, പനിക്കൂർക്കല, വെളുത്തുള്ളി, കുരുമുളക്, ചുക്ക്, പിന്നെ അത്രയും സാധനങ്ങൾ പിന്നെ ഇടിച്ച് എടുക്കണം, ചതച്ചെടുക്കണം. പിന്നെ നമുക്ക് ജാതിക്ക, ജീരകം, ഉലുവ അതെല്ലാം നമ്മൾ അപ്പാട് തന്നെ ഇട്ടാൽ മതി. പിന്നെ അതിൻ്റെ കൂടെ ശർക്കരയാണ് വേണ്ട, കരിപ്പെട്ടി. അത് തൽക്കാലം വെല്ലമാണെങ്കിലും മതി, നല്ല വെല്ലമായിരിക്കണം. ഇല്ലെങ്കിൽ ഏറ്റവും നല്ലത് ശർക്കര കരിപ്പെട്ടിയാണ്. അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഈ ഇരട്ടി മധുരം, പിന്നെ ഗ്രാമ്പൂ, തിപ്പിലി, പിന്നെ ഇരട്ടി മധുരം, ഒരു ലേശം ഒരു ഇന്തുപ്പ്, ഒരു പേരിന് നമുക്ക് ആ മരുന്നിനെ ഒന്ന് ഇതാക്കാം. പിന്നെ മഞ്ഞൾ നന്നായിട്ട് വേണം, കുടംപുളി വേണം, നമ്മുടെ തൊണ്ടയുടെ എല്ലാം പ്രയാസം മാറാനാണ്. അങ്ങനെ എല്ലാം കൂടെ ഒരു 24 കൂട്ടം മരുന്നുണ്ട്. ഒരു കൂട്ടം മേമ്പടിയും കൂടെ ചേർത്ത് 22 കൂട്ടം മേമ്പടി ചേർത്ത് കഴിയുമ്പോൾ 26 ആവും. അപ്പോൾ നമുക്ക് 26 എന്നുള്ളത് നമുക്ക് വെള്ളം ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ 27 ആയി. അപ്പോൾ ഇതിൻ്റെ ഒരു മൂല്യം തികച്ചായി. അപ്പോൾ 27 കൂട്ടം കൂടെ സമമായിട്ട് നമുക്ക് ഉണ്ടാക്കി അരിച്ചെടുത്ത് നമ്മൾ ചൂടോടെ കഴിക്കണം. അത് വെള്ളം കുടിക്കുന്ന പോലെ കഴിക്കരുത്, ലേശച്ച് എടുത്ത് ഞുണഞ്ഞിറക്കണം. എങ്കിലാണ് നമുക്ക് തൊണ്ടയിൽ അത് പിന്നെ ഉപകാരപ്പെടുകയുള്ളൂ. പെട്ടെന്ന് ആമാശയത്തിലോട്ട് ഇറങ്ങിപ്പോകരുത്, പതുക്കെ നമുക്കത് ഇറക്കി വിടാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അത് വിശ്വാസത്തോടു കൂടി കഴിക്കണം. തൃപ്തിയായിട്ട് കഴിക്കുവാണെങ്കിൽ, പ്രത്യേകിച്ച് കർക്കിടക മാസം അതിന് ഉപ്പേരിയായിട്ട് ഇപ്പോൾ നമുക്ക് വരുന്ന ഈ കാലങ്ങളിലുള്ള ഈ മാരകമായ വിഷാംശങ്ങൾ ചേർന്ന വെള്ളങ്ങളാണ്. ഈ മഴവെള്ളത്തിൽ തന്നെ ഉണ്ട്, ശുദ്ധമായ ഒരു വെള്ളം വരെ കിട്ടാനില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു മരുന്നാണ് അത്. ഒത്തിരി പൈസ മുടക്കൊന്നുമില്ല അതിന്. അപ്പോൾ എല്ലാവരും ശ്രമിക്കുക, എല്ലാവരും കഴിച്ചു നോക്കുക. ഏത് കൊച്ചിനും മുതൽ വയസ്സ് എന്നവർക്ക്, പ്രത്യേകിച്ച് പ്രായമായവർക്ക് നല്ലതാണ്. എല്ലാ കുടുംബത്തിലും ഇത് ഉണ്ടാക്കുക, ശ്രമിക്കുക, കഴിക്കുക. ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാവേ. ഞാൻ ഓരോന്ന് മാറി ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ നമുക്ക് ഇടുന്ന ഇങ്ങനെ വലിയ പണിയൊന്നുമില്ല. ഇത് കേൾക്കുമ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നും. ഇത് വലിയ അധ്വാനമുള്ള കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് വേണമെന്ന് വെച്ചാൽ എല്ലാം ചെയ്യാമല്ലോ. വേണമെന്ന് വെച്ച് നമ്മൾ ചെയ്യണം, അപ്പോഴാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യുവാണ് നല്ലത്. ഇതിൻ്റെ ഫലമൊക്കെ ഇറങ്ങണമെങ്കിൽ ഇതിൻ്റെ 9 ഗ്ലാസ് വെള്ളത്തിലാണ് ഇത് തിളപ്പിക്കേണ്ടത്. 9 പിന്നെ ആളനുസരിച്ച് ഒരുപാട് ആളുള്ളവർക്ക് കൂടുതൽ വെള്ളം ഒഴിക്കാം, കൂടുതൽ സാധനങ്ങൾ ചേർക്കാം, അതിനനുസരിച്ച് പറ്റിച്ചെടുക്കാം. ആടലോടകം അത് തെരുവ ഇട്ടു. ഇനി ആടലോടകമൊക്കെ ഒരു കൊമ്പൊക്കെ മേടിച്ച് ഇല്ലാത്ത സ്ഥലത്തുനിന്ന് ഉള്ള സ്ഥലത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ട് നട്ടുപിടിപ്പിക്കുക. ഒരു കൊമ്പ് ചോദിക്കുമ്പോൾ അത് തണ്ടോട് കൂടി മേടിച്ചുകൊണ്ട് വന്നത്. തുളസി ഇടുന്നു, പനിക്കൂർക്കൽ ഇടുന്നു, പടയിഞ്ച എന്ന് പറഞ്ഞ സാധനം, തൊട്ടാവാടി, ആ സാധനം എല്ലാവർക്കും അറിയത്തില്ല, എന്നാൽ അറിയുന്നവർക്കറിയാം. പിന്നെ നമുക്ക് പടയിഞ്ച, തൊട്ടാവാടി, പനിക്കൂർക്കൽ അതെല്ലാം ഇട്ടു. പിന്നെ കുടകിൻ്റെ ഇലയെന്ന് പറഞ്ഞത് ഈ മഞ്ഞപ്പിത്തത്തിനൊക്കെ നല്ലതാണ്. അങ്ങനെ എന്നോടത്തോട്ട് വേറെ മരുന്ന് കഴിക്കരുതെന്നല്ല. കുടകിൻ്റെ ഇല പ്രത്യേക ഒരു സാധനമാണ്. മഞ്ഞളും അതുപോലെ അതിൻ്റെ ഒക്കെ ഒന്നിച്ചുള്ള സാധനമാണ്. ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ കുറച്ചുകൂടെ പൊടിച്ചു. വെളുത്തുള്ളിയൊക്കെ നമുക്ക് ചതച്ച് വെക്കുക, വേഗം ഇറങ്ങുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ ചതച്ച് ചേർത്ത് ഉണ്ടാക്കുവാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഫലം അങ്ങ് ഇറങ്ങും. എന്തോരം തിളപ്പിച്ചാലും കുറേ കൂടെ കിടക്കും.
അപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഞാൻ 1 ലിറ്റർ വെള്ളം ഒഴിച്ചോ, എത്ര വെന്താലും അത് പറ്റി തീരണം. ആളനുസരിച്ച് പിന്നെ വെള്ളം ഒഴിക്കുക, ആളനുസരിച്ച് സാധനം ചേർക്കാം. നല്ല ചൂട് വേണം കഴിക്കുമ്പോൾ. ഇത് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ ഒരു ഷാളോ എന്തെങ്കിലും മേത്തിട്ടിട്ട് അങ്ങ് പുതച്ച് തലയടക്കം മൂടിയിട്ട് അങ്ങ് ആവി പിടിച്ചാൽ അത് ഏറ്റവും നല്ലത്. ഈ എന്നാ രോഗമാണെങ്കിലും പോകും. കാരണം ഇന്നോർത്തുകൊണ്ട് മരുന്ന് കഴിക്കേണ്ടെന്നല്ല പറഞ്ഞേ. കുടംപുളിയൊക്കെ നല്ലോണം നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെള്ളം എടുക്കുന്നത്, എനിക്ക് കരിപ്പെട്ടിയൊന്നും കിട്ടിയില്ല. കരിപ്പെട്ടിയാണ് ഇതിൻ്റെ ഇത്. ചുക്ക് നമുക്ക് എല്ലാ വീട്ടിലും ഇല്ലെങ്കിൽ നമുക്ക് മേടിച്ചാൽ കിട്ടുമല്ലോ. പിന്നെ സാധനങ്ങൾ കിട്ടണം. അങ്ങനെ എല്ലാം ഇട്ട് ഇതിനെ ശ്രമിച്ച് നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് വൃത്തിയായിട്ട് എടുക്കണം. എങ്കിലേ മരുന്നാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്താ കന്നാലിയുടെ വെള്ളം കൊടുക്കണ പോലെ ഉണ്ടാക്കരുത്. എല്ലാവർക്കും അറിയാം, പിന്നെ അങ്ങ് പറയുക. ഞങ്ങളിതൊക്കെ പഴമ മുതലുള്ള കാരണന്മാർ മുതലുള്ള ഒരു മരുന്നാണ്. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഉണ്ടായപ്പോൾ മുതൽ ഞാൻ അറിവ് വെച്ച മുതൽ കാണുന്ന ഒരു മരുന്നാണ് ഇത്. ഞാനിത് ഒരുപാട് പേർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുമുണ്ട്, കഴിച്ചിട്ടുമുണ്ട്. ഇവിടെ ഞങ്ങൾ സ്ഥിരം ഉണ്ടാക്കുന്നുമുണ്ട്. ഇനി നമുക്കിത് ആവി അങ്ങോട്ട്